بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حاء الرحمة وميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير بسم الله الرحمن الرحيم وما آفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്വദുന്നാസാണ്. അള്ളാഹു പടക്കാൻ പോകുന്ന മനുഷ്യരിൽ വച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ 8ാമത്തെ ക്ലാസ്സാണത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ധർമ്മം ചെയ്യണമെങ്കിൽ ധാരാളമായി കണക്കും കയ്യുമില്ലാതെ വാരിക്കോരി കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്വത്ത് എവിടുന്ന് ലഭിച്ചു, ധനം എവിടുന്ന് ലഭിച്ചു, അതിൻ്റെ ഉറവിടമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഈ വിഷയങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ ഈ വിഷയത്തിലെ ഏറ്റവും കാതലായ ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് ധർമ്മം ചെയ്യണമെങ്കിൽ അവരുടെ അടുക്കൽ പണമുണ്ടെങ്കിലേ ധർമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ധർമ്മത്തിനുള്ള പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണം എവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് വളരെ വിശദമായി മനസ്സിലാക്കണം. ഇത്രയും പണം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്തുകൊണ്ട് പട്ടിണി കിടന്നു? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ അടുക്കലേക്ക് പള്ളൻ്റെ മേൽ കല്ല് വെച്ച് കെട്ടേണ്ടി വന്നു? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ദിവസങ്ങളോളം തീ പുകഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് ഇത്രയും വലിയ പണമുണ്ടായിരിക്കലോട് കൂടെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെല്ലാം മറുപടി പറയൽ എളുപ്പമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവമാണ്, അജ്വദുന്നാസ് എന്ന സ്വഭാവമാണ്, ജനങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അതുകൊണ്ട് ആര് തന്നെ ചോദിച്ചാലും അവർക്ക് ഉദ്ദേശിച്ചതിലേറെ കൊടുക്കും, അല്ലെങ്കിൽ ആവശ്യം മണത്തറിഞ്ഞ് അവരുടെ പ്രയാസം തീർത്തു കൊടുക്കും. അങ്ങനെ ഇല്ലാതെയാകുന്ന അവസ്ഥകളാണ് നബി തങ്ങൾക്കുള്ളത് എന്ന് മറുപടി പറയാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഈ പറയുന്ന വിഷയം വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പത്തിനെ പറ്റി ശറഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു. ഖാലൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു في تفسير صدقات النبي صلى الله عليه وسلم المذكورة في هذه الأحاديث فما تركناه صدقة എന്ന് പല ഹദീസുകളുമുണ്ട്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം പറയുന്നത്, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വതക്കാത്തുകൾ, ഇവിടുത്തെ സ്വതക്ക കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ ഉടമവകാശമുള്ളതും പിന്നീട് അത് ഓഹരി ചെയ്യപ്പെടാൻ പറ്റാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വതക്കയായി പ്രഖ്യാപിച്ചതും ആ മുതലുകൾ, അപ്പോൾ റസൂലുള്ള വഫാത്താകുമ്പോൾ നബി തങ്ങളെടുക്കലുണ്ടായിരുന്ന സ്വതക്കുകൾ മുതലുകൾ എന്തൊക്കെ എന്നത് വിശദീകരിക്കുന്നതിൽ ഖാദി ഇയാദ് പറഞ്ഞു, സോറത്ത് ഇലൈഹി ബിസലാസത്തി ഹുഖൂഖ്, 3 വിധേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചിട്ടുള്ളത്. 1, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാ വഹിബ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി ലഭിച്ച സ്വത്തുക്കൾ, വസിയത്തായി ലഭിച്ചത് അതേതൊക്കെ? ഒന്നാണ് വസിയത്ത്, ഹിബത്ത്, ഫ്രീ ആയി ഒരു ഹിബത്ത് കാഴ്ചയായി നബി തങ്ങൾക്ക് കൊടുത്തത്. വദാലിക വസിയത്തു മുഖൈരിക അൽ യഹൂദി, യഹൂദിയായ മുഖൈരിക്ക് എന്ന മനുഷ്യൻ വസിയത്ത് ചെയ്ത ഒന്നാകുന്നു. ആർക്ക് വസിയത്ത് ചെയ്തത്? ലഹു റസൂലുള്ളാഹി ഇൻദ ഇസ്ലാമിഹി, മുഖൈരിക്ക് മുസ്ലിമാകുമ്പോൾ യൗമ ഉഹുദിൻ, ഉഹുദ് ദിവസത്തിൽ. ഒന്നാമത്തെ നബി തങ്ങളെ മുതൽ അതാണ് മദീനത്തെത്തിയിട്ട് ഹിജ്റ 3-ാമത്തെ വർഷത്തിലാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. അന്ന് അതിൻ്റെ മുമ്പ് അൻസാറുകൾ കൊടുത്തൊന്നും കൂടി പറയുന്നുണ്ട്. ഈ ഉഹുദ് യുദ്ധം നടക്കലോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലുള്ള ഏറ്റവും വലിയ തോട്ടങ്ങൾ 7 നബി തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വലിയ വലിയ തോട്ടങ്ങൾ ഇന്നും അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നാം സെർച്ച് നടത്തിയാൽ അതെല്ലാം നമുക്ക് കാണാനും കഴിയുന്നതാണ്. എന്താണ് മുഖൈരീഖിൻ്റെ കഥ? ചരിത്രകാരന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അൽ ബിദായത്ത് വൻ നിഹായയിൽ, അതുപോലെ മറ്റുള്ള കിതാബുകളെല്ലാം ഉണ്ട്. ഇബ്നു മുഹമ്മദ് ബിൻ ഇസാഖ് എന്നിവർ ഉദ്ധരിക്കുന്ന ചരിത്രം, ഉഹുദ് യുദ്ധത്തിൻ്റെ അന്ന് ശനിയാഴ്ച രാവിലെ മുഖൈരീഖ് ബനൂ സഅലബ കബീലക്കാരനാണ്. ഉഹുദ് ദിവസത്തിൻ്റെ രാവിലെ മഹാനായ മുഖൈരീഖ് എന്നവർ ജൂതന്മാരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ യഹൂദ് വല്ലാഹി ലഖദ് അലിംതും അന്ന നസ്റ മുഹമ്മദിൻ അലൈക്കും ലഹഖുൻ, മുഹമ്മദ് നബിയെ സഹായിക്കൽ അത് നിങ്ങളുടെ മേലിൽ ബാധ്യതയാണ് എന്ന് നിങ്ങൾക്ക് സത്യമായി വളരെയധികം ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ വേണ്ടി പോവണം. ഉഹുദിൽ വെച്ച് വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. നബി തങ്ങളെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. മുഹമ്മദ് സത്യസന്ധനാണ്. അത് നമ്മുടെ വേദങ്ങളിലെല്ലാം പറഞ്ഞ പറഞ്ഞ പ്രവാചകൻ, നാം കാത്തിരുന്നു കൊണ്ട് മദീനയിൽ കുടികെട്ടി താമസിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സഹായിക്കാൻ പോണം. അപ്പോൾ ജൂതര് പറഞ്ഞു, ഇന്നൽ യൗമ യൗമു സബ്തിൻ, ഇന്ന് സഹായിക്കാൻ പറ്റുന്ന ദിവസമല്ല, ശനിയാഴ്ച ദിവസമാണ്. ഖൈരീക്ക് പറഞ്ഞു, എന്ത് സബ്ത്ത്? നിങ്ങൾക്കില്ല അസബ്തലക്കും, സബ്ത്തൊന്നുമില്ല, വേഗം സഹായിക്കാൻ പോയിക്കോളി. ഒരാളും തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി പൊന്നു തങ്ങളെ കൂടെ പോയില്ല. നീ വേണമെങ്കിൽ പോയിക്കോ, ഞങ്ങൾ പോരൂല. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖൈരീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വാളെടുത്തു, യുദ്ധത്തിന് വേണ്ടുന്ന സർവ്വ കോപ്പുകളും എടുത്തു. ഫഖദ സൈഫഹു വഉദ്ദതഹു. എന്നിട്ട് പോകുമ്പം അവരോട് വിളിച്ച് പറയാണ്, ഇന്നസബ്തു ഫമാലി ലി മുഹമ്മദിൻ യസ്നഉ ഫീഹി മാ ഷാ, ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കാം,
അങ്ങനെ കൊല്ലപ്പെട്ടാൽ എൻ്റെ മുതലുകൾ മുഴുവനും റസൂലുള്ളാഹിക്കുള്ളതാണ്, മുഹമ്മദിനിക്കുള്ളതാണ്. അങ്ങനെ മഹാനവർകൾ ഉഹുദിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന്, ഞാൻ തങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ഷഹാത്ത് കലിമ ചൊല്ലിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. ഷഹാത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ ഈ യുദ്ധത്തിൽ ഷഹീദാവാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നവനാണ്. ഞാനാണ് മദീനയിലുള്ള ബനൂ നദീറിലുള്ള ഏറ്റവും വലിയ തോട്ടങ്ങൾ. എനിക്ക് 7 വലിയ തോട്ടമുണ്ട്. ഈ തോട്ടം മുഴുവനും നിങ്ങൾ യുദ്ധം കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളതാണ്, അവർക്ക് കൊടുക്കണം. അവരുടെ സമ്പത്താണത്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ മുഖൈരിഖ് റളിയല്ലാഹു അൻഹു അന്ന് തന്നെ ഷഹീദായി, അവിടെ വെച്ച് ഷഹീദായി. യുദ്ധം കഴിഞ്ഞു. നബിയും സ്വഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം അവരുടെ തോട്ടങ്ങളെല്ലാം ഏറ്റെടുത്തു. പാറാവുകാരെ മാറ്റി, നോക്കാനുള്ള ആളുകളെ മാറ്റി. അന്ന് മുതൽ ഉഹുദ് യുദ്ധം നടന്നോടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഏറ്റവും വലിയ 7 തോട്ടത്തിൻ്റെ ഉടമയായിട്ടുണ്ട്. തോട്ടത്തിൻ്റെ പേരുകൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി ലഭിച്ചത്. മറ്റൊന്ന് ഇമാം നവവിയാണ് ശറഹ് മുസ്ലിമിലാണ് പറയുന്നത്. മറ്റൊന്ന് വമാ അഅതാഹുൽ അൻസാറു മിൻ അർളിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പം അൻസാറുകൾ അവരുടെ ഭൂമിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ലഭിച്ചു തന്ന ഒന്ന് കൊടുത്തതായ ഒന്ന്, സാധാരണഗതിയിൽ അവർക്ക് താമസിക്കുന്ന താമസയോഗ്യമായ സ്ഥലത്ത് അവർ താമസിക്കുമായിരുന്നു. അതല്ലാതെ കാലിയായി കൊടുക്കുന്ന സ്ഥലങ്ങൾ, വഹുവ മാ ലാ യബ്ലുഹുൽ മാഉ, വെള്ളം സാധാരണഗതിയില്ലാത്തൊരു പ്രദേശങ്ങൾ. മറ്റ് കിതാബുകളിൽ കാണാം മദീനയുടെ 1/4 അത് 25% മദീനയെ അതിന് തങ്ങൾക്ക് കൊടുത്തു. വകാന ഹാദാ മിൽകൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഉടമവകാശമുള്ളതാണ്. ഈ വിഷയം പറയുമ്പോൾ ചില ആളുകളെല്ലാം പറയും അത് പൊതു സ്വത്താണ് എന്ന് പറയുന്നുണ്ട്. നബി ഇമാം പറയുന്നത് വകാന ഹാദാ മിൽകൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊതു സ്വത്തല്ല, നബി തങ്ങളുടെ പ്രത്യേകമായ പ്രൈവറ്റ് സ്വത്താണ്. രണ്ടാമത്തെ ഒപ്പ് ഹഖ്ഖുഹു മിനൽ ഫൈ മുതലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫൈ മുതലുള്ള അവകാശം ഏതൊക്കെ? ബനൂ നളീർ അവരെ നാട് കടത്തിയപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായിരുന്നു. ഫൈൻ്റെ നിബന്ധനത്തെ ഭൂമിയായിരുന്നു അത്. അവിടെ വലിയ ഘോര യുദ്ധങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ നബി തങ്ങളെ കണ്ട് ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ നുസിർതു ബിർറുഅബി, നബി തങ്ങളെ പേടിച്ചവർ ഒളിച്ചോടിപ്പോയവരാണ്, നബി തങ്ങൾക്ക് വേണ്ടിട്ടെറിഞ്ഞു പോയവരാണത്. ഫൈ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതാണ്. പിന്നെ ബനൂ നളീറുള്ള ഭൂമിയാണ് അങ്ങനെ. അവിടെ മങ്കൂലായ ഭൂമിയല്ലാത്ത ഇളമുതലുകൾ, അതിൽ നിന്ന് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്ര 3 ആൾക്ക് ഒരു ഒട്ടകത്തിന്മേൽ കൊണ്ടുപോകുന്നത്ര കൊണ്ടുപോവാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. ജൂതന്മാർ അങ്ങനെ കൊണ്ടുപോയി. ബാക്കിയുള്ളതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്നെ മുസ്ലിമീങ്ങൾക്കുടെ ഇടയിൽ ഓഹരി ചെയ്തു കൊടുത്തു. വകാനത്തിൽ അർളു ലിനഫ്സിഹി, അതുകൊണ്ട് തന്നെ ബനൂ നളീർ എന്ന് പറയുന്ന മദീനയിലെ വലിയ പ്രദേശത്തെ ഭൂമി നബി തങ്ങൾക്ക് സ്വന്തമായിരുന്നു. വയുഖ്രിജുഹാ ഫീ നവായിബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യുദ്ധമായിരുന്നല്ലോ മദീനയിൽ കാര്യമായി, അതിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ആവശ്യങ്ങളിൽ ചെലവഴിക്കുമായിരുന്നു. ഫൈ മുതലിൽ ഒന്നാണ് ബനൂ നളീർ മുഴുവനും. അതുപോലെ വകദാലിക നിസ്ഫു അർളി ഫദക്, ഫദക് എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശമുണ്ട്, ഒരു വലിയൊരു നാടാണത്. 1, 2, 3 ഏക്കറുള്ള സ്ഥലമല്ല അത്. നമുക്ക് പരിശോധിക്കാൻ കഴിയും ഫദക് എന്ന് എവിടെയാണ്, ലോകത്ത് എവിടെയാണ്, എത്രയാണ് അതിൻ്റെ വിശദീകരണം എന്നെല്ലാം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നൊരു യുഗത്തിലാണ് നാം ഉള്ളത്. ആ ഫദക്കിൻ്റെ നേർപകുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു.
വകാന ഖാലിസൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൈവറ്റ് മുതലായിരുന്നു, നബി തങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ വാദി ഖുറ എന്ന നാടിൻ്റെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരുന്നു. അതുപോലെ ഖൈബറിലെ കോട്ടകളിൽ നിന്ന് ഒത്തീഖ് എന്നയും സുലാലമ് എന്നയും 2 കോട്ടകൾ, ഖൈബറിനെ പറ്റി അറിയാം. ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനത്തെ ദിവസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത കോട്ട മുന്നിലെ കോട്ടയാണ്. അതുമാത്രമാണ് ഗനീമത്ത് മുതലായിട്ടുള്ളത്. ഇവിടെ വെച്ച് രാജാവിൻ്റെ എല്ലാവരും കീഴടങ്ങിയപ്പോൾ ബാക്കിയുള്ളതെല്ലാം യുദ്ധം ചെയ്യാതെ നബി തങ്ങളെ പേടിച്ച് കീഴടങ്ങിയതാണ്. അപ്പോൾ 2 കോട്ടകൾ ആ പ്രദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതാകുന്നു. നബി തങ്ങളുടെ സ്വത്താണ് പറയുന്നത്. അപ്പോൾ 1 ഫൈ മുതലുകൾ, 2 ഹദിയായി ലഭിച്ചതും വസിയത്തായി ലഭിച്ചതും, 3-ാമത്താണ് പറയുന്നത് സഹുമുഹു മിൻ ഖുംസി ഖൈബറ, ഖൈബർ കീഴടക്കിയപ്പോൾ അവിടെ യുദ്ധം ചെയ്ത് കീഴടക്കിയ ഭാഗത്തിൻ്റെ 5/1 ഗനീമത്ത് മുതലാകുമ്പോൾ നബി തങ്ങൾക്ക് 5/1, ഫൈ മുതലാകുമ്പോൾ മുഴുവൻ നബി തങ്ങൾക്കാകുന്നു. അതുപോലെ അവിടെ യുദ്ധം ചെയ്ത് ഖൈബറിൽ യുദ്ധം ചെയ്തിടക്കിയ ഭാഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം 5/1 ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20%. ഫകാനത്ത് ഹാദിഹി കുല്ലുഹാ മിൽക്കൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസ്സതൻ ലാ ഹഖ്ക ഫീഹാ ലി അഹദിൻ ഗൈരിഹി. ഇമാം ഖാളി ഇയാള് തൊട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. ഇടക്കിടക്ക് പറയാണ് ഈ വാക്ക്. ഈ മുതൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രൈവറ്റ് മുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉടമവകാശമുള്ളതായിരുന്നു. ലാ ഹഖ്ക ഫിഹാ ലി അഹദിൻ ഗൈരി, നബി തങ്ങളില്ലാത്ത ഒരാൾക്കും ഒരവകാശവുമില്ല. അപ്പം നബി തങ്ങളുടെ പ്രൈവറ്റ് മുതലുകളാണ് ഈ പറഞ്ഞതെല്ലാം. ലക്കിന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യസ്തഗ്ഫിറു ബിഹാ ബൽ യുൻഫിഖുഹാ അലാ അഹ്ലിഹി വൽ മുസ്ലിമീന വലിൽ മസാലിഹിൽ ആമ്മ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയമായി അതിനെ ഉപയോഗിക്കലില്ല. നബി തങ്ങളെ കുടുംബത്തിനേക്ക് സഹായിക്കും, മുസ്ലിമീങ്ങൾക്ക് പൊതുവായി സഹായിക്കും, പൊതു ആവശ്യങ്ങൾക്ക് ചെലവഴിക്കും. യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, വഴിയുണ്ടാക്കാൻ, പള്ളി ഉണ്ടാക്കാൻ, അതുപോലെയുള്ള എന്തെല്ലാം പൊതു ആവശ്യങ്ങളുണ്ടോ, റസൂലുള്ള ഭരണാധികാരിയാണ്. ആ പൊതു ആവശ്യങ്ങൾക്ക് മുഴുവനും കിണറുണ്ടാക്കാൻ, കുളങ്ങളുണ്ടാക്കാൻ, അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിന് മുഴുവനും ചെലവഴിക്കും. വകുല്ലു ഹാദിഹി സ്വദഖാത്തും മുഹറമാത്തു തമല്ലുകി ബഅദഹു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം മറ്റൊരാൾക്ക് അവകാശപ്പെടൽ, ഉടമപ്പെടുത്തൽ ഹറാമാക്കപ്പെട്ട സ്വതക്ക മുതലാകുന്നു. ഇതാണ് സഹീഹ് മുസ്ലിം ഇമാം പറഞ്ഞത്. എത്ര ഭൂമിയായി, ഏക്കറുകളല്ല, ഓരോരോ നാടുകളാണ് നബി തങ്ങൾക്കുള്ളത്. وهذا السهم كان له صلى الله عليه وسلم ينفق منه على نفسه وعياله ويدخر منه مونة سنة ويصرف الباقي في المصالح كذا قاله الأكثرون. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറയുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. സഹീഹ് മുസ്ലിം കഴിഞ്ഞു. വാദസഹ്മൻ വായിക്കുന്നത് എന്താ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗനീമത്ത് മുതലായി ലഭിക്കുന്നത്, അതുപോലെ ഫൈ മുതലായി ലഭിക്കും. അതാ ഫൈയാണ് ഇപ്പോൾ പറയുന്നത്. ഫൈ മുതലായി ലഭിക്കുന്നത് നബി തങ്ങൾ, ഇബ്നു ഹജർ തുഹഫ പറഞ്ഞ ഈ ഭാഗത്താണ് ഈ പറഞ്ഞത്. യുൻഫിഖു മിൻഹു അലാ നഫ്സിഹി, നബി തങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കും. നബി തങ്ങളുടെ ചെലവിൻ്റെ കീഴിലുള്ള ഭാര്യമാർ അവരുടെ മേൽ ചെലവഴിക്കും. അവരുടെ അടിമകൾ, അവരുടെ ആവശ്യമുള്ള നബി തങ്ങൾ ചെലവഴിക്കേണ്ട ആരുണ്ടോ അവർക്കെല്ലാം കൊടുക്കും. വയദ്ദഖിറു മിൻഹു മൂനത സനത്തിൻ, 1 വർഷത്തെ ചെലവിനുള്ളത് നബി തങ്ങൾ അതിൽ നിന്ന് സൂക്ഷിച്ചു വെക്കും. വയസ്രിഫുൽ ബാഖിയ ഫിൽ മസാലിഹി, ബാക്കിയുള്ളതിനെ പൊതു ആവശ്യങ്ങളിലായി ചെലവഴിക്കുകയും ചെയ്യും. കദാ ഖാലഹുൽ അക്തറൂൻ, ഇങ്ങനെയാണ് ഷാഫി മദ്ഹബിലെ അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വഖാലു, അക്തരീങ്ങൾ പറഞ്ഞു, വകാന ലഹു അൽ അർബഅത്തുൽ അഖ്മാസുൽ ആതിയ, ഇനി വരാൻ പോകുന്ന 4 ഹുംസുകളും കൂടി നബി തങ്ങൾക്കുണ്ട്. ആകെയുള്ള മുതലിൻ്റെ 5/4 നബി തങ്ങൾക്കുണ്ട്.
ഫൈ മുതലിനെ പറ്റി പറയാണ്. ഫൈ മുതലിൽ നിന്ന് പറയാൻ പോകണം. ഫൈ മുതലിന് 5 ഓരി വെക്കും. ആദ്യം 5 ഓരിയിൽ നിന്ന് ഓരോരി നബി തങ്ങൾക്കുണ്ട്, ബാക്കി 4 ഓരി മറ്റുള്ളവർക്ക് ഓരിച്ചു കൊടുക്കും. ബാക്കിയുള്ള 5-ൽ 4 നബി തങ്ങൾക്ക് തന്നെയാണ്. فجملة ما كان يأخذه 21 من 25. ഫൈ മുതലിൽ നിന്ന് ആകെയുള്ളതിൻ്റെ 84% നബി തങ്ങൾക്കായിരുന്നു. ബാക്കി 16% ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. ദവിൽ കുർബ എന്ന് പറയുന്ന കുറേ ആളുകളുടെ അവകാശികൾ കുറേ ആളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാർ, യത്തീമീങ്ങൾ, മിസ്കീന്മാർ, വഴിയാത്രക്കാർ, ഇതാണ് ബാക്കിയുള്ള 4 ആളുകൾ. അവർക്ക് 16% ആ വകുപ്പിനിക്ക്. ബാക്കി 84% ഫൈ മുതലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഹിതം മാത്രം എടുത്ത്, ഒരു വിഹിതം മാത്രം 25-ൽ നിന്ന് ഒരു വിഹിതം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ബാക്കിയുള്ളത് മുഴുവനും ചെലവഴിക്കലായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി ഇതിനെ സംബന്ധിച്ച് പറയാണ്. ഇപ്പോൾ തൊയ്ഫൻ്റെ ഈ ഭാഗത്ത് ഞാൻ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തിൻ്റെ ഉറവിടം ഫൈ മുതൽ മുഴുവനും നബി തങ്ങൾക്കായിരുന്നു. അതല്ല 16% കഴിച്ചിട്ടേ ഉള്ളൂ. ഖിലാഫുണ്ട്. അതാണ് ഇമാം റാസി പറയുന്നത്. ഖാലൽ വാഹിദിയു കാനൽ ഫൈഉ ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്സൂമൻ അലാ 5 അസ്ഹുമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഫൈ മുതൽ 5 ഓഹരിയായി ഓഹരി ചെയ്യും. അർബഅത്തും മിൻ ഖാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസ്സ, അതിൽ നിന്ന് 5-ൽ നിന്ന് 4 ഓരി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതായിരുന്നു. വകാനൽ ഖുംസുൽ ബാഖി യുഖ്സമു അലാ 5 അസ്ഹുമിൻ, ബാക്കിയുള്ള 5-ൽ-1 5 ഓഹരി വെക്കും. സൗമും മിൻ ഖാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ള, അതിൽ നിന്നും 1 ഓഹരി റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. 84%. വല്ലസൂമുൽ അർബഅത്തുൽ ലിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബിനിസ് സബീൽ. ഇങ്ങനെ ബാക്കിയുള്ള ആ 25-ൽ നിന്ന് 4 ഓരി നബി തങ്ങളെ കുടുംബക്കാർക്ക്, യത്തീമക്കൾക്ക്, മിസ്കീന്മാർക്ക്, ഇബ്നു സബീലിന്. وما بعد وفاة الرسول عليه الصلاة والسلام فللشافعي فيما كان من الفيء رسول الله قولان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ ശേഷം ഫൈ മുതൽ എങ്ങനെ ചെയ്യണം, അതിൽ 2 കൗലുണ്ട്. അതിലുള്ള ഒരു കൗല് നബി തങ്ങൾക്കുണ്ടായിരുന്ന ഈ 84% അത് യുദ്ധം ചെയ്യുന്ന മുജാഹിദീങ്ങൾക്കുള്ളതാണ്. ഫിഖഹിൻ്റെ കിതാബിൽ അതിൻ്റെ വിശദമായ ചർച്ച ഉണ്ട്. ആവശ്യമുള്ളവർക്ക് തൊയ്ഫ നോക്കാം. വേറൊരു അഭിപ്രായമുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഫൈ മുതൽ മുഴുവനും നബി തങ്ങൾക്കായിരുന്നു ആദ്യകാലത്ത്. പിന്നീടാണ്, അവസാന കാലത്താണ് 25 ഓഹരി ചെയ്തതിൽ നിന്ന് 4 ഓഹരി മറ്റുള്ള ഒരു 25-ൽ-1 25 ഒരു 5 ഓരിയിൽ നിന്ന് 1 25-ൽ 4 ഓരി മറ്റുള്ളവർക്ക് എന്നുള്ളത് പിന്നീടാണ്. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മുഴുവൻ ഖുംസും മുഴുവൻ ഫൈയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും വഅതിഉല്ലാഹ വറസൂല ഇൻ കുൻതും മുഅ്മിനീൻ. ആ ആയത്ത് കൊണ്ട് ഫയ്യും ഗനീമത്തും മുഴുവൻ നബി തങ്ങൾക്കായിരുന്നു. പിന്നീടാണ് മറ്റുള്ളവർക്ക് ഓഹരി ചെയ്ത് കൊടുക്കാനുള്ള നിയമങ്ങൾ വന്ന്. ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് കീഴടക്കുന്നതല്ലാത്ത സ്വത്ത്. യുദ്ധം ചെയ്ത് കീഴടക്കുന്നതല്ലാത്ത സ്വത്തുക്കളായിട്ട് ഏതുണ്ടോ അത് മുഴുവനും കുഫാറിൻ്റെ പക്കൽ നിന്ന് ഈടാക്കുന്ന സ്വത്തുക്കൾ. വഖാലൽ ഗസാലിയു കാനൽ ഫൈഉ കുല്ലുഹു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഫൈ മുതൽ മുഴുവനും റസൂലുള്ളാഹിക്കുള്ളതായിരുന്നു. ഫൈ മുതലുകൾ ഏതെല്ലാമെന്ന് നബി ഇമാമിൻ്റെ ശറഹ് മുസ്ലിമിൻ്റെ ഉദ്ധരണിയിൽ നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഫദക്ക്, ബനു നളീർ, അതുപോലെ ബനു ഖുറൈള, അവരുടെ സ്വത്ത് ഫൈ മുതലാണ്. അതുപോലെ ജിസിയകൾ, അവരുടെ ഓരോരുത്തരും മുസ്ലിമീങ്ങളുടെ നാട്ടിൽ താമസിക്കാൻ വേണ്ടി അവർക്ക് നിശ്ചയിക്കുന്ന പ്രത്യേക നികുതി, അത് ഫൈ ആണ്.
അതുപോലെ ഓരോരുത്തരും മുസ്ലിമീങ്ങളുടെ നാട്ടിൽ മറ്റുള്ളവർ വന്ന് കച്ചവടം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഈടാക്കുന്ന 10% ഒരു 10% അവർ മുസ്ലിമീങ്ങൾക്ക് അടക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ധാരാളം മുതലുകൾ അതുപോലെ ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ വേക്കിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. വളരെ നമ്മുടെ ഇത് നക്കലോടുന്ന കൂട്ടത്തിൽ അത് വായിച്ചാൽ ധാരാളം പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഏതെങ്കിലും ഒരാളുകൾ മുസ്ലിമീങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അവർ ആ നാട്ടിൽ നിന്ന് ചിന്നിച്ചിതറി ഓടി, അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ കീഴടങ്ങി, എന്നാൽ ആ നാട് മുഴുവനും ഫൈ ആണ്. അതുപോലെ മുർത്തത്തായി ഒരാൾ മരണപ്പെട്ടു പോയി, ആ മുതൽ ഫൈ ആണ്. അതുപോലെ ഒരാൾ മരിച്ചു, ദിമ്മിയായ കാഫിർ മരിച്ചു, അവൻ്റെ മുതലിലേക്ക് അവകാശികളില്ല, എന്നാൽ ആ മുതലും ഇസ്ലാം ഫൈ മുതലാണ്. ധാരാളം ഫൈ മുതൽ ധാരാളം ഐറ്റങ്ങളുണ്ട്. ആ ഐറ്റം മുതലുകൾ മുഴുവനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. എന്നിട്ട് നാം പറഞ്ഞു ബഹ്റൈനിൽ നിന്ന് നബി തങ്ങൾക്ക് വന്ന മുതലുകളുണ്ട്. അധികവും ജിസിയാണത്, 1,80,000 ദിർഹം. അതിൽ അധികവും ഫൈ ആണ്. സക്കാത്ത് ഫൈ അല്ല, സ്വതക്ക ഫൈ അല്ല, അതെല്ലാം കാഫിറിൻ മുസ്ലിമിൻ്റെ മക്കളിൽ നിന്ന് ഈടാക്കുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനു നളീർ, ബനു ഖുറൈള, ഖൈബർ, ഫതക്, പിന്നെ മുഖരീഖിൻ്റെ തോട്ടങ്ങൾ, അതുപോലെ മദീനയുടെ 4/1, അതുപോലെ ലോകത്തിൻ്റെ പല വാദി ഖുറ, ഈ സൂറത്തുൽ ഹഷ്റിൻ്റെ 2-ാമത്തെ 3-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ഹദീസിന് ആയത്തിൻ്റെ തഫ്സീർ നോക്കിയാൽ തഫ്സീറുകളിൽ അതിൻ്റെ വിഷയങ്ങൾ വിശദമായി പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഫൈ എന്നുള്ളത്. അവിടെ നോക്കി മനസ്സിലാക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്താകുമ്പം ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ത്വയ്ഫിൻ്റെ ഇബാറത്ത് നാം ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷത്തേക്ക് ഭാര്യമാരുടെ ചെലവിന് വേണ്ടി നീക്കി വെക്കുന്നവരായിരുന്നു. അപ്പോൾ ചോദ്യം വരും, പിന്നെ ഭാര്യമാർ ചെലവിന് വേണ്ടി നീക്കി വെച്ചാൽ പിന്നീട് അങ്കി പണയം വെച്ചത്. അവിടെ എല്ലാ കിതാബിലും ആ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് മറുപടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് അത് വരുന്നുണ്ട്. ആ ഹദീസിനെ പറ്റി തന്നെ അങ്കി പണയം വെച്ചതിനെ പറ്റിയുള്ള വിശദമായ ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈ മുതലായി ലഭിച്ചത് മുഴുവൻ നബി തങ്ങളെ പേഴ്സണൽ, നബി തങ്ങളുടെ പ്രൈവറ്റ് സ്വത്തുക്കളായിരുന്നു. നബി തങ്ങൾക്ക് മിൽക്കുള്ളതാണ്, അധികാരമുള്ളതാണ്, അവർ ഗവൺമെൻറ്റിനുള്ളതല്ല. നബി തങ്ങൾ വ്യക്തിയായിരുന്നു. അന്നത്തെ ഭരണം നബി തങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാണ്, അള്ളാഹു പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തതാണ്. പിന്നീടാണ് ഗവൺമെൻറ്റിൽ ബൈത്തുൽ മാലും മറ്റെല്ലാം വരുന്നത്. നബിൻ്റെ കാലത്ത് ബൈത്തുൽ മാലില്ല, ഒക്കെ നബി തങ്ങൾ തന്നെയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നബി തങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്ത് എന്താ? ദിർഹമില്ല, ദീനാറില്ല, അടിമയില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന എന്താ? ഇതും ചിന്തിക്കേണ്ട വിഷയമാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വെളുത്ത ഒരു കോവർ കൈത, നബി തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, നബി തങ്ങൾ പണയം വെച്ച ആ അങ്കി, പിന്നീട് ഇപ്പം പറഞ്ഞ ആ ഫയ്യായി ലഭിച്ചതായ ഭൂമികളും താപുകളുള്ള വിഷയമാണ്. അത് നബി തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങൾക്കുള്ളതും മറ്റ് ഭൂമികൾ വഫാത്താവലോട് കൂടെ സ്വതക്കയായി മാറിയതുമാണ്. റസൂലുള്ളാഹി മരിക്കുമ്പോൾ നബി തങ്ങൾക്ക് എന്തൊക്കെയുള്ളത് എന്ന് പറഞ്ഞുതരാം. ഒക്കെ സദക്കയാണ്. വേറെ കാര്യം, സൗബൈ ഹിബറ, ചണത്തിനാലോ അല്ലെങ്കിൽ കോട്ടനാലോ ഉള്ള അതിൻ്റെ വക്ക് ഭംഗിയാക്കിപ്പെട്ടതായ 2 വസ്ത്രം, ഒരു തുണി, വേറെ 2 മരുഭൂമിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നിലക്കുള്ള 2 വസ്ത്രങ്ങൾ, അതുപോലെ ദൂരയാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമീസ്, വെളുത്തതായ നേരിയ പട്ടിനാലുള്ളതായ വേറൊരു കമീസ്, ഒരു യമനി ജുബ്ബ, വേറൊരു 3-ാമത്തെ കമീസ്, ഒരു വെളുത്തതായ ഒരു കരിമ്പടം, 3-4 നേരിയതായ കറുത്തതായ തുണിനാലുള്ള ചെറിയ തൊപ്പികൾ,
5 മുഴം നീളമുള്ള ഒരു തുണി, വർസ് കൊണ്ട് ചായം മുക്കപ്പെട്ടതായ ഒരു പുതപ്പ്, ഇത്രയും സാധനങ്ങളാണ് നബി തങ്ങൾ വഫാത്താവുമുള്ളത്. ബാക്കിയുള്ളത് മുഴുവനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങളെ ബാക്കിയുള്ളൂ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അനന്തരം ഉണ്ടാവില്ല, ഞങ്ങൾ വഫാത്താകുമ്പോൾ ഉള്ളത് മുഴുവനും സ്വതക്കയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന കാലത്ത് നബി തങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന്, എന്തുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി കൊടുത്തിരുന്നത് എന്നും ഇന്ന് നാം ചിന്തിച്ചാൽ അന്ന് നബി തങ്ങൾക്കുണ്ടായ അത്ര സമ്പത്ത്, അത്രയും ഭൂമികൾ, ഇതൊരു നാടുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇത് പറയാത്ത കുറേ ഉണ്ട് എന്ന കിതാബ് പറയുന്നത്. അതെല്ലാം ഇന്ന് ഒരാൾക്കും അത്ര ഭൂമി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അതിനെല്ലാമുള്ള വരുമാനങ്ങൾ അത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളുടെ റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കലാണ്. അതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരക്കണക്കിന് ഒട്ടകം ലഭിച്ചിട്ടുണ്ട്, ആടുകൾ ലഭിച്ചിട്ടുണ്ട്, ദിർഹമുകളും ദീനാറുകളും ലഭിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും പല യുദ്ധങ്ങളിലും അത് മുഴുവനും റസൂലുള്ളാഹിക്കുള്ളതാണ്, ഫൈ ആണ്. ആ ഫൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യലാണ്. വനീമത്തിൽ നിന്ന് തന്നെ 1/5 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. 20% അതും നബി തങ്ങളെ മിൽക്കാണ്, അതും കൊടുക്കും. അതാണ് നബി തങ്ങൾ കൊടുക്കുന്നത്. നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതാണ് നബി തങ്ങൾ കൊടുക്കുന്നത് എന്നല്ലാതെ പിരിവ് നടത്തി കൊടുക്കുകയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതു സ്വത്തായിരുന്നു കൊടുത്തിരുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇമാമിങ്ങളെ ഈ ഭാരത്ത് കേട്ടത് കൊണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറി നബി തങ്ങൾ സ്വയം സ്വത്ത് തന്നെ കൊടുത്തവരായിരുന്നു ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് ഇനി ഞാൻ പറയുന്നത്. ആ ഹദീസുകൾ മുസ്ലിമിലുണ്ട്, ആവശ്യക്കാർക്ക് നോക്കി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വാജ് ഉർവത്ത് ബിൻ സുബൈർ അൻ ആയിഷ റളിയല്ലാഹു അൻഹ 1758 ഹദീസ് മുസ്ലിമിൽ അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അറദ്ന അവരുദ്ദേശിച്ചു അയ്യബ്അസ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അയക്കാൻ ഉദ്ദേശിച്ചു. ഇല അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക്. فسأله ميراثهن من النبي صلى الله عليه وسلم, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക്കൽ നിന്നുള്ള അനന്തര സ്വത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആ നിലക്ക് ഉസ്മാൻ അഫ്ഫാൻ മുഖേന സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അടുക്കലേക്ക് അയക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ ലഹുന്ന, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ നൂറസു മാ തറക്നാ ഫഹുവ സദഖ, നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അമ്പിയാക്കളെ അനന്തരമെടുക്കപ്പെടൂല, നാം ഒഴിവാക്കിയത് നാം മരിക്കുമ്പോഴുള്ള നമ്മുടെ സ്വത്തുക്കൾ അത് സ്വതക്കയാണെന്ന് റസൂല പറഞ്ഞിട്ടില്ലേ എന്ന് ഹദീസ് ഓതി അവരെ ധൈര്യപ്പെടുത്തിയപ്പോഴാണ്, അവരെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത്. ഞാനിത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വത്ത് ഉണ്ടായിരുന്നു വഫാത്താകുമ്പോൾ എന്നുള്ളത് ളറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടൊരു കാര്യമാണ്. വേറൊരു സംഭവം, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 1759 ഹദീസ് മുസ്ലിം. മറ്റുള്ള കിതാബുകളിലൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് ഉദ്ധരിച്ചു എന്നുള്ളൂ. അന്ന അഖ്ബറതഹു അന്ന ഫാത്തിമത ബിൻത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർസലത് ഇലാ അബീ ബക്കർ സിദ്ദീഖ് തസ്അലുഹു മീറാഥഹ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ആഫാ അല്ലാഹു അലൈഹി ബിൽ മദീന വഫദഖ വമാ ബഖിയ മിൻ ഖുംസി ഖൈബറ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിലേക്ക് ആളയച്ചു.
എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്ന്, നബി തങ്ങളുടെ സ്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. കാരണം നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു മകളാണുള്ളത്, പിന്നെ ഭാര്യമാരാണുള്ളത്, പിന്നീടുള്ളത് ഒരു എളാപ്പയാണ്. മുതലൂരക്കാൾ എളുപ്പമാണ്, 3 അവകാശികളാണുള്ളത്. ഭാര്യമാർക്ക് എട്ടിലൊന്നുണ്ടാകും. പിന്നെ മകൾക്ക് ആകെ മുതലിൻ്റെ പകുതി ഉണ്ടാകും ഒരാളായതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ളത് എളാപ്പാക്കാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. ഈ 3 പേരും ചോദിച്ചിട്ടുണ്ട്. ഭാര്യമാർ ഞാൻ പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബറിൻ്റെ അടുക്കലേക്ക് ആളെ വിട്ട് ചോദിച്ചു. മദീനയിലുള്ള നബി തങ്ങളുടെ ബനൂ നളീറിലുള്ള സ്വത്തുക്കൾ, ബനൂ ഖുറൈലയിലുള്ള സ്വത്തുക്കൾ, മുഖരീഖിൻ്റെ തോട്ടങ്ങൾ, അതുപോലെ സ്വഹാബത്ത് കൊടുത്ത സ്ഥലങ്ങൾ, ഫദക്ക്, ഖൈബറിലെ ഹുംസിൽ നിന്ന് ബാക്കിയുള്ളത് തരണമെന്ന് ആവശ്യപ്പെട്ടു. فقال أبو بكر إن رسول الله صلى الله عليه وسلم قال لا نورث ما تركنا صدقة إنما يأكل آل محمد صلى الله عليه وسلم في هذا المال وإني والله لا أغير شيئا من صدقة رسول الله صلى الله عليه وسلم عن حالها التي كانت عليها في عهد رسول الله صلى الله عليه وسلم ولا عملن فيها بما عمل به رسول الله صلى الله عليه وسلم. فأبى أبو بكر أن يدفع إلى فاطمة شيئا. അതാണ് ഹദീസ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിൻ്റെ ഭാര്യ കുടുംബങ്ങൾക്ക് നബി തങ്ങളുടെ ജീവിതകാലത്ത് ഭക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നബി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് നബി തങ്ങളുടെ സ്വത്തിൽ നിന്ന്. അത് പ്രത്യേകം നബി തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അവിടെ പല ഹദീസുകളും അതുണ്ട്. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഭക്ഷിക്കാനുള്ള അവകാശം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കുണ്ട്. അതാണ് നബി തങ്ങളുടെ ആല് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളവർ ആരുകൾക്ക് ബാക്കിയുള്ളത് മുഴുവനും സ്വതക്കയാണ്. നബി തങ്ങളുടെ കാലത്തുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ മാറ്റൂല, തരാൻ നിർവാഹമില്ല. പിന്നെ റാവികൾ പലതും പറയേണ്ട ഹദീസിൽ അത് നോക്കണമെന്നില്ല. ഫാത്തിമ ബീവിയുടെ ദേഷ്യമായിരുന്നു. എന്ത് ദേഷ്യം? പിന്നീട് സംഗതി മനസ്സിലാക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്മാറി, പിന്നെ ആ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നാ. പിന്നീട് മറ്റൊരു ഹദീസിൽ കാണാം, 1759 ഹദീസ് സഹീഹ് മുസ്ലിമിലെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്, അന്ന ഫാത്തിമത വൽ അബ്ബാസ അത്തയാ അബൂബക്കറിൻ. നേരത്തെ പറഞ്ഞത് ഫാത്തിമ ആളയച്ചു എന്നാണ്. പിന്നെ മറ്റൊരു സംഭവം, ഫാത്തിമ റളിയല്ലാഹു അൻഹയും അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുതലിൻ്റെ അവകാശികളായ 2 പേർ. ഒന്ന് മകളാണ്, ഒന്ന് എളാപ്പയാണ്. രണ്ടാളും ചെന്ന് രണ്ടാൾക്കും അവകാശമുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്ക് കൊടുക്കാനുള്ള പകുതിയും ഭാര്യമാർക്ക് കൊടുക്കാനുള്ള 8 കഴിച്ചാൽ ബാക്കിയുള്ളതിൻ്റെ അവകാശിയാണ്. ഒരു ചെയ്യുകയാണെങ്കിൽ അത്തയാ അബൂബക്കറിൻ യൽതമിസാനി മീറാഥഹുമാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുമാ ഹീനൈദിൻ യത്രുബാനി അർളഹു മിൻ ഫദകിൻ വസഹ്മഹു മിൻ ഖൈബർ. അവരുണ്ടാകുന്ന ലക്ഷ്യം എന്താ? ഫാത്തിമ ബീവി അബ്ബാസ് റളിയല്ലാഹു അൻഹും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, എന്താ, ഞങ്ങൾക്ക് ഫദക്കിൽ നിന്നും ഖൈബറിലുള്ള വിഹിതത്തിൽ നിന്നും ഞങ്ങൾക്ക് അവകാശം തരണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമ്പിയാക്കളുടെ സ്വത്ത് ഒഴിക്കപ്പെടൂല, അവിടെ ഞാൻ തരൂല. വേറെ സംഭവത്തിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മുതലിൻ്റെ അവകാശി ആരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഭാര്യമാർ, എൻ്റെ മക്കൾ, അങ്ങനെ സാധാരണ അവകാശികളുടെ പേര് പറഞ്ഞു കൊടുത്തു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ അവകാശി ആരാണ്? അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഞങ്ങളാരും മാതിരിയല്ല, റസൂലുള്ളയാണ്, അമ്പിയാക്കളിൽപ്പെട്ടവരാണ്, അമ്പിയാക്കളുടെ മുതലെടുക്കാൻ പറ്റൂല, നിങ്ങളെ പിതാവിനെ മുതലെടുക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞു. ഫാത്തിമ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ്. തൃപ്തിയായി മടങ്ങിപ്പോന്നു. പിന്നീട് ചോദിച്ചിട്ടില്ല. പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, കാരണം ഫാത്തിമ ബീവിൻ്റെ മുതലിൻ്റെ അവകാശിയായ ഭർത്താവല്ല അലിയാർ തങ്ങൾ. അലിയാർ തങ്ങളും പിന്നെ മക്കൾ അലിയാർ നോക്കേണ്ടവരല്ല, ഹസനും ഹുസൈനും. അപ്പോൾ ഹസൻ്റെയും ഹുസൈൻ്റെയും അവകാശിയായും ഭർത്താവ് നിലർക്കും അലിയാർ തങ്ങളാണ് പിന്നീട് ഫാത്തിമ ബീവിൻ്റെ സ്വത്തിൻ്റെ അവകാശിയായി വരേണ്ടത്. ആ ഫാത്തിമയ്ക്ക് റസൂലുള്ളാഹിനെ കിട്ടുന്ന അവകാശമായിട്ട് ചോദിച്ചും കൊണ്ട് മുസ്ലിം 1757 ഹദീസ്. എന്താ, അബ്ബാസ് റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ചെന്നു.
ഫഖാല അബ്ബാസ് യാ അമീറൽ മുഅ്മിനീൻ ഇഖ്ളി ബൈനി വബൈന ഹാദാ, എൻ്റെയും അലിൻ്റെയും ഇടയിൽ നിന്ന് വിരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതലുകൾ ഇപ്പം ഞങ്ങൾ രണ്ടാളുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലുള്ള സ്വത്തുക്കൾ അത് കൈകാര്യം ചെയ്യാൻ നബി തങ്ങൾ ചെലവഴിച്ചതുപോലെ ചെലവഴിക്കാൻ അലിയാർ തങ്ങളെയും അബ്ബാസ് റളിയല്ലാഹുവിനെയും അയച്ചിരുന്നു. എന്നാൽ അബ്ബാസ് റളിയല്ലാഹു കൃഷിയിൽ വലിയ വൈദഗ്ധ്യമുള്ളവരും അലിയാർ തങ്ങൾ ആ വിഷയത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തവരുമായതുകൊണ്ട് തന്നെ കൃഷി മോശമാകും. അതുകൊണ്ടാണ് അബ്ബാസും അലിയാരും പറയുന്നത്, ഞങ്ങളുണ്ട് വിധിച്ചു തരണം, ഒന്നിരിക്കൽ എനിക്ക് അബ്ബാസ് എനിക്ക് സ്വന്തം തരണം, അല്ലെങ്കിൽ എൻ്റെ ഭാഗം ഇന്നത് അലിയാറെ ഭാഗം ഇന്നത് വേറിരിച്ചു തരണം, അല്ലാതെ ഈ മുസ്തറക്കായി കൂറായി ചെയ്തിട്ട് അത് ഗുണം ചെയ്യണില്ല കൃഷി ഇറക്കിയിട്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ചെയ്തോ അങ്ങനല്ലാതെ നിങ്ങൾക്ക് ഈ ചെയ്തതല്ലാതെ ഇത് അപ്പുറഞ്ഞൊരു ഓരി പതിച്ചു നൽകാനുള്ള സംഭവം നടക്കൂല എന്ന് പറയുന്നുണ്ട്. ആ ഹദീസിൽ കാണാം അങ്ങനെ. എന്താ ഖാല നഅം, ഹദീസിൻ്റെ അവസാന ഭാഗമാണ് അത്തഅലമാനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ നൂറസു മാ തറക്നാഹു സദഖ. ഈ ഒരു ഹദീസ് നിങ്ങൾക്ക് ഉണ്ടാക്കുമോ അറിയോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഞങ്ങൾക്കറിയാം. ഫഖാല ഉമറു, അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ജല്ല വഅസ്സ കാന ഖസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖാസത്തിൻ ലം യുഖസ്സിസ് ബിഹാ അഹദൻ ഗൈറാ. قال ما أفاء الله على رسوله من أهل القرى فلله وللرسول ما أدري القرأ الآية التي قبلها أم لا. قال فقسم رسول الله صلى الله عليه وسلم بينكم أموال بني النضير فوالله ما أستغفر عليكم ولا آخذها دونكم حتى بقي هذا المال. أنا വിശദമായി ആ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്ത് പറയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളുമുണ്ട്. അതിൽപ്പെട്ട പ്രത്യേകതയാണ് മുതലൊരിക്കലും പറ്റൂല എന്നുള്ളത്. ഫൈ മുതൽ മുഴുവനും നബി തങ്ങൾക്കായിരുന്നുള്ള നബി തങ്ങളുടെ പ്രത്യേകതയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ബനൂ നദീറിൻ്റെ മുതൽ മുഴുവനും നിങ്ങൾക്ക് ഒരിച്ച് നിൽക്കല്ലേ, അത് നബി തങ്ങൾ വേറൊരാൾക്കും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം നബി തങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതായ ലാ അഖ്ലി ബൈനകുമാ ബിഗൈരി ദാലിക ഹത്താ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ നിൽക്കുന്നത് വരേക്കും നിങ്ങൾക്കുണ്ടാക്കും ഇതല്ലാത്തൊരു വിധി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഭൂസ്വത്തുക്കൾ ധാരാളമുള്ളവരാണ്, പക്ഷെ അതൊന്നും ഓഹരി ചെയ്യാൻ പറ്റൂല. പക്ഷെ ഓഹരി ചെയ്യാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആയിഷ ബീവി അല്ലാത്തവർ മനസ്സിലാക്കിയിരുന്നു. പിന്നെ സ്വത്തിൻ്റെ അവകാശിയായ ഫാത്തിമ, മകളായ ഫാത്തിമ ബീവി മനസ്സിലാക്കിയിരുന്നു. സ്വത്തിൻ്റെ അവകാശിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. മരണത്തിൻ്റെ ശേഷവും അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിൻ്റെ മരണത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബറിൻ്റെ വഫാത്തിൻ്റെ ശേഷം അലി റളിയല്ലാഹു അൻഹു ആ സ്വത്തിനെ സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ അവസാനം ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇതേ നില തുടരുകയും, അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന കാലത്തും ആ സ്വത്ത് സിദ്ദീഖുൽ അക്ബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ ബനു ഉമയ്യ ഭരിക്കുന്ന കാലത്താണ് അവരത് ഓഹരി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നപ്പോൾ മഹാനവർകൾ അത് തിരിച്ച് പിടിച്ച് അത് സ്വന്തം മുൻകഴിഞ്ഞതാ സിദ്ദീഖുൽ ഖുലഫാഉൽ അർബഅ ചെയ്തതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. വിശദമായ ഹദീസുണ്ട്. 2972 മുസ്ലിമിൻ്റെ ഹദീസിൽ ഇത് കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പത്തുകൾ ധാരാളമുണ്ടായിരുന്നു. വഫാത്താകുന്ന സമയത്ത് പ്രത്യേകിച്ചും മദീനയിൽ വന്നതോടുകൂടെ തന്നെ നബി തങ്ങളടുക്കൽ ധാരാളം സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് എന്നും നാം ചെറിയ തോതിൽ വിശദീകരിച്ചു. ഇതല്ലാതെ തന്നെ സൂറത്തുൽ ഹശ്റിലെ ആദ്യ ഭാഗം തഫ്സീറുകൾ പരിശോധിച്ച് നോക്കിയാൽ
നബി തങ്ങളുടെ ഭൂസ്വത്തുകൾ ഏതെല്ലാമായിരുന്നു എന്നെല്ലാം വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഏതൊരാൾക്കും അവരവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സമ്പത്ത്, അവരുടെ ഉള്ള് പരിശോധിക്കുന്നത് ഇഷ്ടമുണ്ടാവുകയില്ല എന്നത് നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുമെന്ന് ഭയപ്പെട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ഭയമുള്ളത് കൊണ്ട് ഇമാമിയങ്ങൾ വ്യക്തമായി പറഞ്ഞത് മാത്രം ഉദ്ധരിച്ചു. ഇനിയും ഉദ്ധരിക്കാൻ ധാരാളമുണ്ട്. ആവശ്യക്കാർ തഫ്സീറുകൾ നോക്കി മനസ്സിലാക്കുക. ഒരു കാരണവശാലും നബി തങ്ങൾ പണമില്ലാത്ത ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കി പോകരുത്. വലിയ അപകടമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന വീടുകളെല്ലാം അത് ഹിജ്റ വന്നതോടുകൂടെ മറ്റുള്ളവർ കൈവശപ്പെടുത്തുകയും അവരത് ഉടമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മക്ക ഫതഹിൻ്റെ അന്ന് നബി തങ്ങൾക്ക് 2 വീടുകളുണ്ടായിരുന്നു പോരുമ്പോൾ, ഹിജ്റ വരുമ്പോൾ. അതിൽ നിന്ന് ഏത് വീടാണെന്ന് വേണ്ടി ചോദിച്ചപ്പോൾ അതെല്ലാം ഉക്കയിൽ വിറ്റില്ലേ, ഞങ്ങൾക്കൊന്നും ബാക്കിയാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതെല്ലാം രണ്ടാമത് തിരിച്ചെടുക്കാതെ നബി തങ്ങൾ വേറെ സ്ഥലത്താണ് താമസമാക്കിയിരുന്നത്. അപ്പോൾ മക്കയിൽ നബി തങ്ങൾ ഹിജ്റ വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമ്പത്തും മദീനയിൽ വന്നതിൻ്റെ ശേഷം കണക്കിലെടുക്കപ്പെടേണ്ടതില്ല. അല്ലാതെ തന്നെ ധാരാളം സമ്പത്തുകളുണ്ട്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദരിദ്രൻ, ഫഖീർ എന്നുള്ള അല്ലെങ്കിൽ മിസ്കീൻ എന്ന പ്രയോഗിക്കലിനെ തൊട്ട് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓരോരുത്തർക്കും അവരവർക്കുള്ള പദവികൾ, മർത്തബകൾ സമ്മതിച്ച് കൊടുക്കലാണ് മാന്യത. എന്തോ ദുഷ്ടബുദ്ധിക്ക് വേണ്ടി അവരുടെ മാന്യത, അവരുടെ അവകാശങ്ങൾ അവരുടെ അടുത്തുള്ളത് സമ്മതിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ദുഷ്ടത്തരമാണ് എന്ന് ഞാൻ ഉണർത്തുന്നു. വളരെ ശ്രദ്ധിക്കുക.